ഹോസിയ 12 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ പാവങ്ങൾ എഫ്രൈം കാറ്റിനെ നയിക്കുന്നു. ദിവസം മുഴുവൻ കിഴക്കൻ കാറ്റിനെ അനുവാദനം ചെയ്യുന്നു. അവർ വ്യാജവും അക്രമവും വർദ്ധിപ്പിക്കുന്നു. അസീസിയയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈജിപ്തിലേക്ക് എണ്ണ കൊണ്ടുപോകുന്നു. കർത്താവിന് യൂദാക്കെതിരെ ഒരു ആരോപണമുണ്ട്. യാക്കോബിനെ അവന്റെ മാർഗ്ഗങ്ങൾക്കനുസൃതമായി അവിടുന്ന് ശിക്ഷിക്കും. അവൻ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകും. മുതൽക്ക് വെച്ച് അവൻ സഹോദരന്റെ കുതികാൽ പിടിച്ചു. പുരുഷപ്രായമായപ്പോൾ അവൻ ദൈവത്തോട് പൊരുതി. അവൻ ദൈവദൂതനോട് പൊരുതി ജയിച്ചു. കരൻ അവന്റെ അനുഗ്രഹമായി യാചിച്ചു. വാതിലിൽ വെച്ച് അവൻ ദൈവത്തെ ദർശിച്ചു. അവിടെ വെച്ച് ദൈവം അവനോട് സംസാരിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെന്നാണ് അവരുടെ നാമം. ആകയാൽ നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക. നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക. നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കയ്യിൽ കള്ള തുലാസുള്ള വ്യാപാരി മർദ്ദനപ്രിയനാണ്. എഫ്രൈം പറഞ്ഞു, ഞാൻ ധനവാനാണ്, ഞാൻ എനിക്ക് വേണ്ടി ധനം സമ്പാദിച്ചു. എന്നാൽ അവന്റെ സമ്പത്ത് എല്ലാം കൊടുത്താലും അവന്റെ തിന്മയ്ക്ക് പരിഹാരമാവുകയില്ല. നീ ഈജിപ്ത് ദേശത്തായിരുന്ന നാൾ മുതൽ ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. പഴയ നാളുകളിൽ എന്ന പോലെ നിങ്ങളെ ഞാൻ വീണ്ടും കൂടാരങ്ങളിൽ വസിക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു. ദർശനത്തിന്മേൽ ദർശനങ്ങൾ മരുളിയതും പ്രവാചകന്മാർ വഴി അന്യോപദേശങ്ങൾ നൽകിയതും ഞാനാണ്. ഗിലിയാദിൽ അത്ഭുതമില്ലേ? അവർ ശൂന്യതയിലാഴും. ഗിൽഗാലിൽ അവർ കാളകളെ ബലികഴിക്കുന്നില്ലേ? അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഒഴിചാലുകളുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെ ആയിത്തീരും. യാക്കോബ് ആരാം ദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ ഇസ്രായേൽ ഭാര്യയെ നേടാൻ വേണ്ടി ജോലി ചെയ്തു. ഭാര്യയെ സമ്പാദിക്കാൻ വേണ്ടി അവൻ ആടുകളെ മേച്ചു. ഒരു പ്രവാചകൻ വഴി കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകൻ അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. എഫ്രൈം കഠിനമായ പ്രകോപനമുണ്ടായി. ആകയാൽ രക്തത്തിനുള്ള ശിക്ഷ കർത്താവ് അവന്റെ മേൽ ചൊരിയും. അവന്റെ നിന്ദനങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും. ദേവസമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.